വേണ്ടത്? സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അജിത്ത് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. അതിന് അധോലോകത്തിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. സാർ, കോടതിക്ക് ശിക്ഷിക്കാൻ തെളിവുകൾ വേണം, സാക്ഷികൾ വേണം. പ്രതിഭാഗത്തിന് പണവും പ്രതാപവും ഉണ്ടെങ്കിൽ തെളിവുകളെല്ലാം മാഞ്ഞു പോകും, സാക്ഷികൾ കാലുമാറും. കാരണം മരണപ്പെട്ടവൻ ഇതൊന്നുമില്ലാത്തവനാണ്. ആ പാവം കുട്ടിയെ കൊന്നവന് മരണശിക്ഷ കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും. മിസ്റ്റർ അലക്സാണ്ടർ, ഐ എം മേക്കിംഗ് ഇറ്റ് ഫൈൻ. നേരെയാക്കിക്കൊണ്ടിരിക്കുന്നു. നേരെയാവാത്ത കാര്യങ്ങളോ? KF ഷായും ദീപക് ഷായും കണക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. ബാക്കിയായ കണക്കും കടവും തീർത്തു തരുന്നുണ്ട്. വാക്കുകൊണ്ടല്ല, നിന്റെ കുടുംബത്തിന്റെ അവസാന പേരും പിഴുതുകൊണ്ട്. അതുവരെ നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ? ജീവിച്ചിരിക്കും. That we will see. This is the fingerprint traced on the knife, sir. Both the prints are identical. ഇതാണ് ഇവൻ ഉപയോഗിച്ച കത്തി. No, shut up. എന്താ ദാസ്? താൻ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ആരോടാണ് ഇത് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല. അറിയും. എഴുന്നേൽക്കടാ, എഴുന്നേൽക്കാൻ. നിന്നെ അടിച്ചെടുത്ത് എനിക്ക് അകത്താക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ടാ. നീ എന്നെ എന്ത് ചെയ്യാനാടാ? ഞാഞ്ഞൂല് പുറത്തൊരു കള്ളക്കടത്തുകാരൻ. പുറത്ത്. I say you get out. ദാസ് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഇതൊരു അപകടം പിടിച്ച പണിയാണ്. അതെ, അപകടം പിടിച്ച പണിയാണിത്. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപകടം കൂടുന്തോറും പ്രതിഫലവും കൂട്ടി തന്നിട്ടില്ലേ? പിന്നെ ഇപ്പൊ എന്ത് പറ്റി? ദാസേ, തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രതിഫലവും വാങ്ങിച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ അതുപോലല്ല. IG ബാലകൃഷ്ണൻ, ഹീസ് നോട്ട് എ ഫൂൾ. ഞാൻ മാത്രം വിചാരിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഒന്നും നടക്കില്ല. ആദ്യം താനൊന്ന് വിചാരിക്കേ, ബാക്കിയുള്ളവരെ ഞാൻ വിചാരിപ്പിച്ചോളാം. ഇതെടുത്ത് വെച്ചോളൂ. ബാക്കി അജിത്ത് പുറത്തിറങ്ങിയിട്ട്. ഇന്നലെയും മിസ് ചോദിച്ചു, പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിന് അപ്പച്ചൻ എന്താ വരാത്തേന്ന്. എല്ലാവരുടെയും അപ്പച്ചനാ വരുന്നേ, എനിക്ക് മാത്രം അമ്മച്ചി. എന്താ ഞാൻ വന്നാ പോരെ? പോരാ, അടുത്ത പ്രാവശ്യം അപ്പച്ചൻ വരണം. എന്തു പറ്റിയെന്ന്? വല്ലാതിരിക്കുന്നല്ലോ. എന്ത് ചെയ്യരുതെന്ന് വിചാരിക്കുന്നതോ അങ്ങോട്ട് തന്നെ ജീവിതം വീണ്ടും എന്നെ വലിച്ചുകൊണ്ടു പോകുന്നു. അപകടങ്ങൾ കണ്ട് ഭയന്നിട്ടല്ല, അപകടങ്ങൾ എന്നും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് നഷ്ടപ്പെടാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ പ്രോസിക്യൂഷൻ എന്റെ കക്ഷിക്കെതിരെ നിരത്തുന്ന തെളിവുകൾ പച്ചക്കള്ളമാണ്. കൊലയ്ക്ക് എന്റെ കക്ഷി ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി, ആ കത്തി എന്റെ കക്ഷിയുടേതാണെന്ന് തെളിയിക്കുന്ന ഫിംഗർ പ്രിന്റ് കോടതിക്ക് തന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. പ്രോസിക്യൂഷന്റെ വാദം അനുസരിച്ച് 11 ഇഞ്ച് നീളമുള്ള കത്തി കൊണ്ടാണ് കൊല ചെയ്തത്. എന്നാൽ ഈ കത്തിക്ക് 7 ഇഞ്ച് നീളമേ ഉള്ളൂ. കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് എന്റെ കക്ഷിയുടേതല്ല. പ്രോസിക്യൂഷന്റെ തെളിവുകളും സാക്ഷി വിസ്താരങ്ങളും പ്രതി കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ലാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ കോടതി വെറുതെ വിടുന്നു.
പ്രശ്നങ്ങൾ തീരുന്നതുവരെ കുറച്ചു ദിവസത്തേക്ക് നീ ഇവിടെ നിന്നും നമ്മുടെ സ്റ്റഡ് ഫാമിലേക്ക് മാറി താമസിക്കുന്നതാണ് നല്ലത്. ഓക്കെ ഡാഡ്.